അതെ, എന്തൊക്കെയുണ്ട് സുഖാണോ? കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പം അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്, അത് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഞാൻ എന്താ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കുഞ്ഞിപ്പഴം കേട്ടോ, നേന്ത്രപ്പഴം ആയാലും ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇതിന് നേന്ത്രപ്പഴം ആയാലും ചെറുപഴം ആയാലും എന്തായാലും കുഴപ്പമില്ല, പച്ചയാവണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇന്ന് നമുക്ക് ചെറുപഴം കിട്ടി. അപ്പോൾ ഇതിൽ നിന്നൊരു 4-5 എടുത്തിട്ട് ഞാനിന്ന് ആവിച്ചെമ്പിലിട്ടിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാൻ പോകുന്നു. അപ്പം ഇതാണ്ട് ആവിയൊക്കെ കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടി പറയാം, ചെറുപഴം ആയാലും നേന്ത്രപ്പഴം ആയാലും കുഴപ്പമില്ല, പിന്നെ പച്ചയാവണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് കണ്ടില്ലേ, നന്നായിട്ട് തൊലിയൊക്കെ ഇതായി വരുന്ന രീതിയിലൊന്ന് ആവി കൊള്ളിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മക്കളെ, അപ്പം നമുക്കിതിൻ്റെ എന്താക്കാം, നമുക്ക് ആവി കയറ്റിയെടുത്ത പച്ചപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം എൻ്റെ വോയിസ് കേട്ടിട്ട് മനസ്സിലാവുണ്ടാവില്ലേ എന്താ വരാത്തതെന്ന്. അപ്പം അതും പറയാം. അപ്പം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തൊലി നമുക്ക് കളഞ്ഞ ശേഷം ഇതുപോലത്തെ നമ്മളെ കാബേജ് ഉപ്പേരിക്കൊക്കെ ചിരണ്ടുന്നില്ലേ, അതിൽ നിന്നൊന്ന് ചിരണ്ടിയെടുക്കണം. കാബേജൊക്കെ ചിരണ്ടിയെടുക്കുന്ന പോലെ തന്നെ ഈ ആവി കയറ്റിയ പഴം നമുക്ക് ഇതുപോലെ ഒന്ന് ചിരണ്ടിയെടുക്കണം കേട്ടോ, നല്ല രീതിയിൽ തന്നെ. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ചിരണ്ടിയെടുത്ത പഴത്തിലേക്ക് 5 പഴം കേട്ടോ എടുത്ത ഞാൻ, പിന്നെ ചെറുപഴം. അപ്പം നിങ്ങൾക്ക് നേന്ത്രപ്പഴമാണെങ്കിൽ അത് പച്ചയെടുത്താൽ മതി. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കേട്ടോ, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇനി വേണ്ടത് നമ്മളെ എള്ളാണ്. ഞാൻ വെള്ള എള്ളും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറുപ്പ് എള്ളും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അടുത്ത് ഇടേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗോതമ്പ് പൊടിയാണ്. ഞാനൊരു 1 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് കഴിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് റെസിപ്പി മേടിച്ച് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി. പിന്നെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ എന്താ മക്കളെ, എൻ്റെ വോയിസ് ഒച്ച തീരെ ഇല്ലായിരുന്നു. ഇപ്പം മനസ്സിലാവുന്നുണ്ടാവും, ആദ്യത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒച്ച ഒട്ടും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പത്തിലെല്ലാം കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നല്ല രീതിയിൽ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ച ശേഷം കുറച്ച് 1 സ്പൂണോളം വെളിച്ചെണ്ണ മേലെയാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ച് വയ്ക്കുന്നുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പരത്താൻ പാകത്തിന് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് എന്താക്കാം, ഇതുപോലെ ഞാനൊരു 5 മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ 5-10 മിനിറ്റ് നേരം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പം നമുക്ക് കുഴച്ച് വെച്ചത് ചപ്പാത്തി പോലെ ഒന്ന് ആദ്യം പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വോയിസിൻ്റെ ഞാൻ പറഞ്ഞെടുത്തുന്ന അതിൻ്റെ ഇടയിലേക്ക് വീഡിയോത്തെ കാര്യം പറഞ്ഞു വന്നു. ഒരു 2017 അടുത്ത് ഞാനൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. 3 വർഷത്തോളം RCCയിലൊക്കെ ആയിരുന്നു. അപ്പോഴേ അവർ പറഞ്ഞായിരുന്നു സൗണ്ട് മൊത്തം പോവാൻ സാധ്യതയുണ്ട്. പക്ഷെ അന്നൊന്നും സൗണ്ട് പോയില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊന്ന് പോവും, അത് കഴിഞ്ഞ് വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത്രയും കാലം ഇങ്ങനെ പോയൊന്നുമില്ലായിരുന്നു. പിന്നെ എനിക്ക് ഓവർ സംസാരിക്കാനൊന്നും പറ്റില്ല, ഭയങ്കര ഒച്ച എടുത്തിട്ടൊക്കെ അപ്പോഴൊക്കെ ഒന്ന് ഒച്ച അടയും. പക്ഷേ ഇത് നന്നായിട്ട് അങ്ങ് പോയി, സൗണ്ടേ ഇല്ല, കാറ്റ് മാത്രം വരുന്നൊരവസ്ഥയായിരുന്നു. പിന്നെ കാണിച്ചു, മരുന്നുകളൊക്കെ ഉണ്ട്. ഇപ്പോഴും ശരിയായിട്ടില്ല. ഇപ്പോഴും കുറച്ച് നേരം വർത്താനം കഴിഞ്ഞാൽ പിന്നെ പറയുന്നതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ. അപ്പം ഇങ്ങനെ ഞാൻ വീഡിയോ ഒന്നും ഇടാത്ത, അപ്പം ഞാൻ ചപ്പാത്തി പോലെ ഇങ്ങനെ പരത്തിയെടുത്ത ശേഷം ഒരടപ്പെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഏതെങ്കിലും കുപ്പീൻ്റെ അടപ്പെടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ടിപ്പീനൊക്കെ ഇല്ല അതിൻ്റെയൊക്കെ ഇത് വെച്ചിട്ട് ഒന്ന് ഇതാക്കിയാൽ മതി കേട്ടോ. റൗണ്ടാക്കി നമുക്ക് പപ്പടം ഇതാക്കി എടുക്കില്ലേ, റൗണ്ടിലിങ്ങനെ ആ വട്ടത്തിലുള്ള മതി. പപ്പടമോ കുഞ്ഞു പൂരീൻ്റെയൊക്കെ വലുപ്പത്തിലുള്ളതുപോലെ നമുക്കിത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ, റൗണ്ടിൽ തന്നെ. അല്ലെങ്കിൽ കുഞ്ഞുതായി പരത്തിയെടുത്താലും മതി. ഞാനിങ്ങനെ വലുതായി പരത്തിയിട്ട് ഇങ്ങനെ ഇതാക്കിയെടുത്താൽ 2-3 ഒക്കെ ആയിട്ട് കിട്ടും. അങ്ങനെ ആക്കിയെടുത്തതാണ്. അപ്പം ഞാൻ വീഡിയോ ഒക്കെ ഇടായിട്ട് കുറേ പേര് ഇൻസ്റ്റയിൽ വന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാനിങ്ങനെ മെസ്സേജ് അയച്ചു പറഞ്ഞായിരുന്നു, വയ്യാത്തതുകൊണ്ടാണ്. ഇപ്പം മരുന്നുകളുണ്ട് ഒരുപാട്, എന്നാലും കുറേ നേരം സംസാരിക്കും. ഇതൊരു ഈർക്കണി എടുത്ത് വെറുതെ അതിലേക്ക് ചെറുതായി ഒന്ന് കുത്തി കൊടുക്കുന്നത് കേട്ടോ, വേറെ ഒന്നുമില്ല. ഒരു ഈർക്കണിയോ എന്തെങ്കിലും ചെറിയ ഇതാക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോഴും കുറേ സംസാരിക്കുമ്പം ഒച്ച ഫുള്ളായിട്ട് പോകുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇതുപോലെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാം എന്താ പറയുക, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, പടച്ചോന് പരീക്ഷിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ആളാണ് ഞാനെന്ന് തോന്നുന്നു. കുറേ കാലമായിട്ട് പരീക്ഷണങ്ങൾ തന്നെയാണ്, ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
പിന്നെ ഉമ്മച്ചി പറയുന്ന പോലെ ഒരുപാട് ഇഷ്ടമുള്ളവർ എങ്ങനെ പരീക്ഷിക്കുക എന്ന് പറയും. പക്ഷേ എന്ത് പരീക്ഷണം ഇതെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഒച്ചയൊക്കെ തീരെ പോയാൽ നമുക്ക് ഭയങ്കര വിഷമമല്ലേ. എനിക്ക് ഭയങ്കര വിഷമമായി. ഇക്കാൻ്റെ മോൻ്റെ കല്യാണത്തിന് പോയിട്ട് കുറേ കാലങ്ങളായിട്ട് കാണാത്ത ആൾക്കാരെയൊക്കെ കണ്ട് അവരുടെ അടുത്തൊന്നും വർത്തമാനം പറയാനൊന്നും പറ്റിയില്ല. കാരണം വർത്തമാനം പറയുമ്പോഴൊക്കെ ഒന്നെങ്കിലൊന്നും ചിലപ്പോൾ വാവ് തുറന്നിട്ട് ആ എന്നുള്ള ഒച്ച മാത്രമേ വരുള്ളൂ. ഇപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇപ്പോഴും നിങ്ങൾക്ക് ഒച്ച ഇങ്ങനെ അടഞ്ഞു തന്നെയായിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ ബാക്കിയൊക്കെ എന്താക്കാം, പരത്തിയെടുത്തിട്ട് അതുപോലെ റൗണ്ട് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ വിചാരിച്ചു എനിക്കിനി വീഡിയോ ഇടാൻ പറ്റത്തില്ല, എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും അറിയില്ല. പിന്നെ അന്ന് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഒച്ച പോയത്. അപ്പം ഞാനിതാ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ ഇതുപോലെ ഇതിൽ നമ്മൾ ചെറിയൊരു പൂരിയൊക്കെ ഉള്ള പോലെ. അപ്പോൾ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനപ്പം ചട്ടി വെച്ചിട്ട് ഒഴിക്കുന്നത് പാം ഓയിലാണ്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ പാം ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റുമാണ്. ഒരു 15 ദിവസത്തോളമൊക്കെ ഇതൊന്നും ആവില്ല കേട്ടോ. ഒരു കേടും ഒന്നും ആവില്ല, നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് പൊരിച്ച് വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിൽ എന്തിലെങ്കിലും നന്നായിട്ട് കാറ്റ് കിടക്കാത്ത രീതിയിൽ അടച്ച് വെച്ചാൽ മതി കേട്ടോ. നമുക്ക് 15 ദിവസമൊക്കെ കഴിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോനെ എത്ര നേരം ഇരുന്നിട്ടാണ് വോയിസ് കൊടുത്തതെന്നറിയോ. എനിക്ക് ഭയങ്കര സങ്കടമാവുക. കാരണം സ്ഥിരം വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും പടച്ചോനൊരു വഴി തുറന്ന് തന്നിട്ട് പിന്നെ അത് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഇത് കേട്ടോ. പിന്നെ ബാക്കി ഞാൻ എന്താണെന്ന് പറയുക, എന്ത് വന്നാലും എന്താ പറയുക, പിടിച്ച് നിൽക്കും. പിന്നെ RCCയിൽ പോലെയൊക്കെ 3 വർഷം പോയിട്ട് പിടിച്ചതുപോലെ നിൽക്കുകയാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ചികിത്സ വേറെ ഒന്നും RCC പോയിട്ട് പഠിച്ചോനെത്തിച്ചിട്ട് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറഞ്ഞായിരുന്നു വോയിസൊക്കെ ഇടയ്ക്ക് പോകുന്നൊക്കെ കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. കുറച്ച് നേരം കറുമുറാന്നാവുന്ന വരെ നമുക്കൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ, ഇത് പൊന്തിയൊന്നും വരില്ല, ഇതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഒന്നും കൂടി പറയാം, നിങ്ങൾ പഴമായാലും കുഞ്ഞിപ്പഴമായാലും എന്തെടുത്താലും പച്ചയായിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ 10-15 ദിവസം ഇതൊന്നും എന്താ പറയുക, നമുക്ക് ഒന്നും ചീത്തയൊന്നും ആവാണ്ട് നമുക്ക് കഴിക്കാനും പറ്റും. ഭയങ്കര ടേസ്റ്റും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കോരിയെടുക്കട്ടെ. പിന്നെ അക്കുഡൂസ് സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവന് കുളിയൊക്കെ കഴിഞ്ഞപ്പം രാവിലെ ഇരുന്ന് വോയിസ് കൊടുത്തതാണ്. രാവിലെ 6 മണിക്ക് ഇരുന്നിട്ട് ഇപ്പം 7:20 എങ്ങാനായി. 1 മണിക്കൂറിന് മേലെയായി വോയിസ് കൊടുക്കുക. ചിലത് പറയുന്നത് ക്ലിയർ ആവുന്നില്ലായിരുന്നു. അപ്പം എല്ലാവർക്കും എന്നെ ഇൻസ്റ്റയിലൊക്കെ വന്ന് അന്വേഷിച്ച് ഒരുപാട് പേരുണ്ട്. ഒത്തിരി സന്തോഷം. കാരണം നേരിട്ട് കാണാത്തവരാണെങ്കിലും കാണാണ്ടാവുമ്പോൾ വന്ന് അന്വേഷിക്കുന്നുണ്ടല്ലോ അല്ലേ. നമ്മളെ കൂടെ നിന്നിട്ട് പറ്റിക്കുന്നതിനേയും കാട്ടി നല്ലതല്ല. അപ്പോൾ ഇതൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതപ്പോൾ ഞാനിതാ പൊരിച്ചെടുത്തത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നല്ല കറുമുറാന്നൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്, അപ്പോൾ ഇത് 10-15 ദിവസം വെക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോ എപ്പോഴാണെന്നറിയില്ല, എന്നാലും വരൂ കേട്ടോ. എന്നാൽ ശരി.